അപ്പോൾ ഇന്ന് നമ്മൾ മഞ്ഞൾ കൃഷിയുമായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനാണ് വന്നിട്ടുള്ളത്. നമ്മൾ നട്ട മഞ്ഞളാണ് ഇതൊക്കെ. നമ്മൾ 2 കിലോ പോലെ മഞ്ഞളാണ് നട്ടത്. അതിപ്പോൾ പറിച്ച് നോക്കുമ്പോൾ അത്ര തന്നെ കിട്ടിയിട്ടുള്ളൂ. 2 കിലോ പോലെ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. 2 കിലോ തികയെന്ന് അറിയില്ല, 1 കിലോ 1.5 കിലോ തന്നെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്നും അല്ല മഞ്ഞൾ ഉണ്ടാവില്ല. 2 കിലോ നട്ടിട്ടുണ്ടെങ്കിൽ 5-8 കിലോനൊക്കെ മഞ്ഞൾ ഉണ്ടാവണം. അപ്പോൾ നമ്മൾ സാധാരണ പോലെ തന്നെയാണ് നട്ടിട്ടുള്ളത്. കരിയിലിട്ട് കൊടുത്തിട്ട് പിന്നെ നടുന്ന അപ്പോൾ നമ്മൾ ചാണകപ്പൊടി കരിയിലൊക്കെ ഇട്ട് കൊടുത്ത് നിർത്തിയതിന് ശേഷം പിന്നെ മുളച്ച് വന്നതിന് ശേഷം 2 പ്രാവശ്യം ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്ത് മണ്ണ് കയറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ മഞ്ഞളിലൊക്കെ ചെയ്തിട്ടുള്ളത്. നമ്മളെ മണ്ണിൻ്റെ പ്രശ്നമാണോ അതോ ഇനി പിന്നെ നമ്മളെ പരിചരണത്തിൻ്റെ കുഴപ്പമാണോ എന്നറിയില്ല. മഞ്ഞൾ നമുക്ക് ഇത്രേ കിട്ടിയിട്ടുള്ളൂ. എന്നാലും നമ്മളെ വീട്ടാവശ്യത്തിന് വേണ്ടിയിട്ട് നല്ല രീതിയിലുള്ള മഞ്ഞളാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ വാങ്ങുന്ന മഞ്ഞൾ അത് അതിൻ്റെ കുറുക്കുമിനൊക്കെ പോയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. അതിൻ്റെ ഒരു മഞ്ഞ കളറിന് മാത്രം ഉപയോഗിക്കുക എന്നുള്ള രീതിയാണ്. ഇതിൻ്റെ പ്രധാനമായിട്ടുള്ളത് അതിൻ്റെ കുറുക്കുമിനൊക്കെ നഷ്ടപ്പെട്ടതിന് ശേഷമാണ് നമുക്ക് മഞ്ഞൾപ്പൊടിയായിട്ട് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മളെ വീട്ടിലുള്ളതാണെങ്കിലും നമ്മളതിൻ്റെ കുറുക്കുമിൻ നഷ്ടപ്പെടുത്തുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. കാരണം നമ്മൾ മഞ്ഞൾ പുഴുങ്ങിയിട്ടാണ് നമ്മൾ ഉണക്കുന്നത്. വെള്ളത്തിലിട്ട് പുഴുങ്ങി വെന്തതിന് ശേഷമാണ് നമ്മൾ ഉണക്കുന്നത്. അപ്പോഴാണ് അതിൻ്റെ ഗുണങ്ങളൊക്കെ നഷ്ടപ്പെടുത്തിയതിന് ശേഷമാണ് നമ്മൾ പിന്നെ ഉണക്കുന്നത്. പഴയ കാലത്തൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് മഞ്ഞളെടുത്ത് പുഴുങ്ങി അതിൻ്റെ വെള്ളമൊക്കെ ഒഴിവാക്കിയതിന് ശേഷം അത് ഉണക്കുന്നതായിട്ടാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. എന്നാൽ ഇത് അങ്ങനെയല്ല ഉണക്കേണ്ടത്. ഇത് മഞ്ഞളിനെ ഒന്ന് കൊന്ന് എടുക്കുക എന്നുള്ളതാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ജീവനത്തോടെ ഇപ്പോൾ ഇതേപോലെ മഞ്ഞൾ അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഉണങ്ങൂല. അത് ഇങ്ങനെ കിടന്ന് വാടുകയുള്ളൂ. ചാവാതെ അതൊരിക്കലും ഉണങ്ങി കിട്ടില്ല. അപ്പോൾ ഇതിനൊന്ന് കൊന്നു കളയണം എന്നുള്ളതിനൊന്ന് ആവി കൊള്ളിക്കുക എന്നുള്ളതാണ്. ഒന്ന് ആവി കൊള്ളിച്ചൊന്ന് അടിച്ചിടുക. അതിന് ശേഷം നമ്മളതെടുത്ത് ഉണക്കി കൊടുക്കുക. അല്ലാതെ അതിൻ്റെ തോല് വരേണ്ട അങ്ങനെ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മൾ ഉണക്കി വരുമ്പോൾ തന്നെ അതിൻ്റെ തോലൊക്കെ കുറേയൊക്കെ പോയിട്ടുണ്ടാവും. നമ്മളൊന്ന് ഒരു കലത്തിൽ ആവി കൊള്ളിച്ച് എടുത്തതിന് ശേഷം ഉണക്കിയെടുത്തിട്ട് ഒന്ന് വരുതിയെടുത്താൽ അതിൻ്റെ തോലൊക്കെ പോയി നല്ല കടയിൽ നിന്ന് കിട്ടുന്ന മഞ്ഞളിനേക്കാൾ നല്ല സൂപ്പറായിട്ടുള്ള മഞ്ഞൾ കിട്ടുകയും ചെയ്യും. നമുക്ക് കുറുക്കുമിൻ നഷ്ടപ്പെടാത്ത നല്ല രീതിയിലുള്ള മഞ്ഞൾ കിട്ടുകയും ചെയ്യും. അപ്പോൾ നമുക്ക് കുറച്ച് മഞ്ഞളാണ് നമ്മൾ കൃഷി ചെയ്തിട്ട് കിട്ടുന്നുണ്ടെങ്കിലും നമ്മളതിൽ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് നല്ല മഞ്ഞൾ കിട്ടും. പിന്നെ നമ്മൾ ഈ മഞ്ഞപ്പൊടി ഈ കൊറോണ കാലത്തൊക്കെ നമ്മൾ മഞ്ഞപ്പൊടിയൊക്കെ കലക്കി കുടിച്ചിരുന്നു. പക്ഷേ അത് നാച്ചുറലായിട്ടുള്ള ഇതുപോലത്തെ മഞ്ഞളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ എഫക്റ്റൊക്കെ നല്ല രീതിയിൽ നമുക്ക് കിട്ടും. എന്നാൽ കടയിലുള്ള മഞ്ഞപ്പൊടിയൊക്കെ വാങ്ങിയിട്ട് അതിൻ്റെ എഫക്റ്റ് കിട്ടിക്കോളണമെന്നില്ല. പിന്നെ രണ്ടാമതുള്ളത് പറയാനുള്ളത്, നമ്മൾ മഞ്ഞൾ, ഇഞ്ചി, ചേന, ചേമ്പ്, കപ്പ അങ്ങനെയുള്ള കിഴങ്ങ് വർഗ്ഗത്തിനൊന്നും നമ്മൾ രാസവളം ഉപയോഗിക്കാനേ പാടില്ല. അപ്പോൾ രാസവളം ഉപയോഗിക്കാത്തത് കൊണ്ടാണ് നമ്മളെ മഞ്ഞൾ ഇപ്പോൾ അത്രയും കുറഞ്ഞ് കിട്ടിയിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലായി. കാരണം നമ്മൾ മഞ്ഞൾ, ഇഞ്ചി, കപ്പ അങ്ങനെയുള്ള സാധനങ്ങൾക്കൊന്നും, ചേമ്പ്, ചേന അങ്ങനെയുള്ള സാധനങ്ങൾക്കൊന്നും രാസവളം ഉപയോഗിക്കാറില്ല. അതിനൊക്കെ രാസവളം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതൊക്കെ കിഴങ്ങ് വർഗ്ഗങ്ങളാണ്, മണ്ണിൽ നിന്ന് നമ്മൾ കുഴിച്ചെടുക്കുന്നതാണ്. കാരണം നമ്മൾ മണ്ണിലാണ് വളമിട്ട് കൊടുക്കുന്നത്. അപ്പോൾ അത് നേരിട്ട് കിഴങ്ങ് വർഗ്ഗത്തിന് എത്തിപ്പെടാൻ കൂടുതൽ സാധ്യതയുണ്ട്. മറ്റുള്ള പച്ചക്കറി അങ്ങനെയുള്ളതിന് പോലെയല്ല, മുകളിൽ കായ്ക്കുന്ന സാധനങ്ങളെ പോലെയല്ല നമ്മൾ അടിയിൽ നിന്ന് കിഴങ്ങ് വർഗ്ഗത്തിനെ നമ്മൾ പറിച്ചെടുക്കുന്നത്. അപ്പോൾ അതിൽ വളത്തിൻ്റെ അംശങ്ങളൊക്കെ കൂടുതലായിട്ട് നമുക്ക് അതിലേക്ക് അടങ്ങിയിട്ട് നമ്മുടെ ശരീരത്തിനൊക്കെ ദോഷം ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതും കൂടിയാണ് അപ്പോൾ കടയിൽ നിന്നൊക്കെ മഞ്ഞൾ, ചേന, ചേമ്പ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ ഈ വളമിട്ട ദോഷം കൂടി നമ്മൾ അനുഭവിക്കേണ്ടി വരും. പക്ഷേ നമ്മളെ പറമ്പിലായിട്ട് ഉണ്ടാക്കുന്നതാണെങ്കിൽ നമ്മൾ ഒരിക്കലും അതിന് രാസവളം ഇട്ട് കൊടുക്കാൻ പാടില്ല. രാസവളം ഇട്ട് കൊടുത്താൽ നമുക്കതിൻ്റെ ഗുണം നഷ്ടപ്പെടുകയും ചെയ്യും, നമ്മുടെ ശരീരത്തിന് ദോഷം വരികയും ചെയ്യും. അപ്പോൾ അങ്ങനെ 2 നേട്ടങ്ങളാണ് നമ്മൾ മഞ്ഞൾ നട്ട് നമുക്ക് ലഭിക്കുന്നത്. പക്ഷേ നമുക്ക് നമ്മളെ പരിചരണക്കുറവ് കൊണ്ടും മറ്റുമായിട്ട് അല്ലെങ്കിൽ കാലാവസ്ഥ മോശം കൊണ്ടൊക്കെ ആയിട്ട് നമുക്ക് മഞ്ഞൾ വളരെ കുറച്ചായിരിക്കും കിട്ടുക. എന്ന് കരുതിയിട്ട് നമ്മൾ തളരേണ്ട ആവശ്യമില്ല. നമുക്ക് നല്ല മഞ്ഞളാണ് കിട്ടുന്നത്. അത് നല്ല രീതിയിൽ ഉപയോഗിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ വീഡിയോയിൽ ഇപ്പോൾ ആവി പിടിക്കുന്നൊന്നും കാണിക്കുന്നില്ല, ഞാൻ പറഞ്ഞു എന്ന് മാത്രം. ഇതൊക്കെ നല്ലോണം വൃത്തിയാക്കി കഴുകിയതിന് ശേഷം നമ്മൾ ഒന്ന് ആവി കൊള്ളിച്ച് അതിൻ്റെ മഞ്ഞളുടെ ജീവൻ നഷ്ടപ്പെടുത്തിയതിന് ശേഷം നമ്മൾ നല്ല വെയിലത്ത് ഉണക്കി കൊടുക്കുക. അപ്പോൾ ഉണക്കി കൊടുത്ത് അത് നന്നായിട്ട് ഉണങ്ങിയാൽ തന്നെ അതിൻ്റെ പുറത്തൊലിയൊക്കെ പോയി നല്ല രീതിയിലുള്ള മഞ്ഞളായിട്ട് നമുക്ക് കിട്ടും. ഒന്ന് വരുതി കൊടുത്താൽ, ഉണങ്ങി കഴിഞ്ഞിട്ട് നമ്മളൊന്ന് വരുതി കൊടുത്താൽ അതിൻ്റെ തൊലിയൊക്കെ പോകും. അല്ലാതെ നമ്മൾ മഞ്ഞളുടെ തൊലിയൊന്നും വരണ്ടി കളയേണ്ട ആവശ്യം തന്നെ ഇല്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളോട് പറയാനുള്ളത്. മഞ്ഞളുടെ 2 പ്രത്യേകതയാണ് നമ്മൾ പറഞ്ഞത്. ഒന്ന്, വളം ഇട്ട് കൊടുക്കാത്ത മഞ്ഞളാണ് നമ്മൾ ഉണ്ടാക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ കുറച്ച് മഞ്ഞളാണെങ്കിലും അത് നമുക്ക് നല്ല മഞ്ഞളാണ് കിട്ടുന്നത്. രണ്ടാമത് പിന്നെ നമ്മൾ അതിൻ്റെ കുറുക്കുമിൻ നഷ്ടപ്പെടുത്താതെയാണ് നമ്മൾ ഉണക്കിയെടുക്കുന്നത്. അപ്പോൾ 2 ഗുണങ്ങളാണ് നമുക്ക് നമ്മൾ മഞ്ഞൾ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിച്ച് നമ്മൾ ഇതേപോലെയൊക്കെ ചെയ്താൽ കിട്ടാവുന്നത് എന്ന് മാത്രമാണ് നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ ഓർമ്മപ്പെടുത്തുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. മറ്റൊരു വീഡിയോയുമായി വരുന്നവരെല്ലാവർക്കും ബൈ.